ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നല്ല മഴയൊക്കെ അല്ലേ, നമുക്ക് നല്ല ചൂട് പഴംപൊരി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായ ഒരു പാത്രം എടുക്കുക. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഗോതമ്പൊടി കേട്ടോ ഞാനെടുത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി എടുക്കാം. ഞാനിവിടെ ഗോതമ്പൊടിയൊക്കെ എടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ അതിനാവശ്യമായ ഉപ്പും കൂടി ഇടുക കേട്ടോ. അത് കഴിഞ്ഞ് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം എന്താ പറയുക, നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് നല്ലപോലെ കുറുക്കി എടുക്കണം കേട്ടോ. നല്ല ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ കുറുക്കി കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയി അത് കുളമായിപ്പോവും. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അങ്ങ് കുറുക്കി എടുക്കണം. ഇങ്ങനെ ഇളക്കി അപ്പോൾ ഇളക്കി ഇങ്ങനെ കുറുക്കി ഈ ഒരു പരുവത്തിലാവും. അപ്പോൾ നമുക്ക് പഴം എടുക്കാം കേട്ടോ. ഒരു പഴം ഞാനിവിടെ 4 കഷ്ണമാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 4 എണ്ണമായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക. പഴം നാണ്ട മാവിലോട്ട് ഇടുക കേട്ടോ. എന്നിട്ട് മാവിനകത്ത് നല്ലപോലെ ഇളക്കി എടുക്കണേ. എന്നിട്ട് ഗ്യാസ് കത്തിച്ച് ദാണ്ടെ ചട്ടി വെച്ച് എണ്ണ ചൂടാക്കണേ എടുക്കട്ടോ. ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ദാണ്ടെ ചൂടെണ്ണയ്ക്കകത്തോട്ട് ഓരോന്നായിട്ട് പഴം വെക്കുക കേട്ടോ. എന്നിട്ട് അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ അത് തിരിച്ചിടുക. എന്നിട്ടത് പിന്നെ മറിച്ചിട്ടിട്ട് എടുക്കുക. അപ്പോൾ അതാണ്ട് പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പഴംപൊരി ഉണ്ടാക്കാൻ. പഴംപൊരിയുടെ എണ്ണമയം പോകാൻ വേണ്ടി പേപ്പർ ഒരു പ്ലേറ്റ് വെച്ചിട്ടാട്ടോ ഞാൻ എടുക്കുന്നത്. എന്നാലും കുറച്ചും കൂടെ എണ്ണമയം അങ്ങ് പോയി കിട്ടും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.